കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. അരമങ്ങാനം വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ നന്ദനയാണ് മരിച്ചത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതിൽ നിന്ന് നഷ്ടങ്ങളെ ഉണ്ടാവും. ഏപ്രിലായിരുന്നു നന്ദനയുടെ വിവാഹം. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, എന്താണ് കുടുംബാംഗങ്ങൾ എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയുന്നുണ്ടോ കൂടുതലായി? അനുജ, കഴിഞ്ഞ ദിവസമാണ് ഈ നവവധു തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നത്. അരമങ്ങാനം അലിങ്കാർ തൊട്ടിയിൽ വീട്ടിൽ രാജേഷിന്റെ ഭാര്യ നന്ദനയാണ് മരിച്ചത്. 21 വയസ്സാണ്. പെരിയ ആയാമ്പാറ വില്ലാരംപതിയിലെ കെ രവിയുടെയും സീനയുടെയും മകളാണ്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മരണ കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വീട്ടുകാർക്കുമില്ല. 21 വയസ്സ് പ്രായമുള്ള പെണ്ണ് വിവാഹം കഴിച്ചിട്ട് 4 മാസം കഴിഞ്ഞത്ര. ഈ 4 മാസത്തിനടുക്ക് എന്തായിരിക്കും സംഭവിച്ചത്? കാരണം അവസാനമായിട്ട് ഈ പെൺകുട്ടി അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അതായത്, എനിക്ക് ആരുമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്. ഉടൻ തന്നെ അമ്മ ഈ ഭർത്തൃ വീട്ടിൽ വിളിച്ച് കാര്യം പറയുന്നു. ആ സമയത്ത് ഭർത്തൃ വീട്ടുകാർ ഈ വാതില് തള്ളി തുറന്ന് അകത്ത് പ്രവേശിക്കുന്ന സമയത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ വിവാഹം ആയിട്ടുള്ള പെൺമക്കൾക്ക് ഏറ്റവും നല്ല സേഫ് ചെല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ ഭർത്താവിനെ താമസിപ്പിക്കാം. അതായത് ഭാര്യ വീട്ടിൽ ഭർത്താവിനെ താമസിപ്പിക്കൽ. അങ്ങനെ ഉണ്ടാകുമ്പോൾ പെൺമക്കൾക്ക് ഏറ്റവും നല്ല സേഫ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഭർത്തൃ വീട്ടുകാർ ഈ വാതില് തള്ളി തുറന്ന് അകത്ത് പ്രവേശിക്കുന്ന സമയത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഭർത്താവിന്റെ ഫോൺ രേഖകളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പോലീസ് പരിശോധിച്ചു. പക്ഷെ അതിൽ നിന്നും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പെൺകുട്ടിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള എന്തോ ഒരു മനോവിഷമമാണ് ഇത്തരത്തിൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല.